1958 ഇങ്ങനെയൊരു ഫെബ്രുവരി 6-നാണ് ഫുട്ബോൾ ലോകത്തെയും മുഴുവൻ ലോകത്തെയും ഞെട്ടിച്ച മ്യൂണിക് വിമാന ദുരന്തം സംഭവിക്കുന്നത്. 67 വർഷങ്ങൾക്ക് മുൻപാണ് ബ്രിട്ടീഷ് യൂറോപ്യൻ എയർവേസ് ഫ്ലൈറ്റ് 609 തകർന്നു വീണത്. വിമാനത്തിൽ ആകെയുണ്ടായിരുന്നത് 44 പേരായിരുന്നു. മ്യൂണിക് എയർ ഡിസാസ്റ്റർ എന്ന പിന്നീട് കുപ്രസിദ്ധമായ വിമാന ദുരന്തത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 8 താരങ്ങളുടെ ജീവനാണ് നഷ്ടമായത്. 44 പേരിൽ രക്ഷപ്പെട്ടത് വിഖ്യാത താരം ബോബി ചാൾട്ടൺ ഉൾപ്പെടെയുള്ള 21 പേർ. യൂറോപ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ യുഗോസ്ലാവിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലേക്ക് പോയതായിരുന്നു അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം. ഇംഗ്ലണ്ടിലേക്കുള്ള മടക്കയാത്രയിൽ ബെൽഗ്രേഡിൽ നിന്ന് പുറപ്പെട്ട എയർ സ്പീഡ് അംബാസിഡർ വിമാനം ഇന്ധനം നിറയ്ക്കാൻ ജർമ്മൻ നഗരമായ മ്യൂണിക്കിലിറക്കി. ഇന്ധനം നിറച്ച് യാത്ര പുനരാരംഭിക്കാൻ നിൽക്കവെയാണ് സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. 2 തവണ ടേക്ക് ഓഫിനുള്ള ശ്രമം പരാജയപ്പെട്ട് ഉപേക്ഷിച്ചു. ചെറിയ മഞ്ഞുവീഴ്ചയും കൂടിയായതോടെ തൊട്ടടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കാമെന്ന് തീരുമാനമെടുത്തെങ്കിലും കൂട്ടത്തിൽ ഒരു പൈലറ്റിന്റെ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് വീണ്ടും ടേക്ക് ഓഫിന് തയ്യാറാവുകയായിരുന്നു. ടേക്ക് ഓഫിനായി കുതിച്ച വിമാനം ഉയർന്നു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗതി മാറി അരികിലുള്ള ചെളിക്കൂമ്പാരത്തിലേക്ക് പൂണ്ടു. പിന്നീട് മതിലും തകർത്ത തൊട്ടടുത്തുള്ള അപ്രോച്ച് റോഡിലേക്ക് കയറി വിമാനം അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഇന്ധന ട്രക്കിൽ ഇടിച്ചു. നിമിഷ നേരം കൊണ്ട് വിമാനം ഒരു തീഗോളമായി. തൽക്ഷണം മരിച്ചത് 20 പേർ. തീവ്രപരിചരണത്തിലുണ്ടായിരുന്ന 3 പേർ കൂടി മരിച്ചതോടെ മരണം 23-ലെത്തി. 2 തവണ ടേക്ക് ഓഫ് ശ്രമം പരാജയപ്പെട്ടിട്ടും വീണ്ടും ടേക്ക് ഓഫിന് നിർബന്ധം പിടിച്ച പൈലറ്റ് ജെയിംസ് ടെയിനിന്റെ പേരിലാണ് അപകടത്തിന്റെ മുഴുവൻ കുറ്റവും ചാർത്തപ്പെട്ടത്. എന്നാൽ തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്നും ടേക്ക് ഓഫ് ചെയ്യാതിരിക്കേണ്ട സാങ്കേതിക പ്രശ്നമോ കാലാവസ്ഥാ പ്രശ്നമോ അന്ന് മ്യൂണിക് എയർപോർട്ടിൽ ഇല്ലായിരുന്നുവെന്നും ടെയിൻ വാദിച്ചു. അങ്ങനെ 10 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 1968 അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. സാങ്കേതിക പ്രശ്നങ്ങളോ കാലാവസ്ഥാ പ്രശ്നങ്ങളോ ആയിരുന്നില്ല, റൺവേയിലെ ചെളിയായിരുന്നു അപകടത്തിനു കാരണമെന്നായിരുന്നു വിചാരണ കോടതിയുടെ ഒടുവിലത്തെ കണ്ടെത്തൽ. ഏതായാലും പ്രധാനപ്പെട്ട 8 താരങ്ങളെയും അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടച്ചുപൂട്ടുമെന്ന അവസ്ഥയിലെത്തി. തന്റെ താരങ്ങളെ നഷ്ടപ്പെട്ടതിൽ മാനസികമായി തളർന്ന മാനേജർ മാറ്റ് ബുസ്ബി ആരോഗ്യം വീണ്ടെടുക്കാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. ശേഷം ആരാധകരുടെ നിരന്തര പ്രചോദനത്തിലും മറ്റു ക്ലബ്ബുകളുടെ സഹായത്തിലും ക്ലബ്ബ് തിരിച്ചുവന്നു. യുണൈറ്റഡ് തിരിച്ചുവന്ന വർഷം യൂറോപ്യൻ കിരീടം ചൂടിയ റയൽ മാഡ്രിഡ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഫുട്ബോൾ ചരിത്രത്തിനും അതിന് മുൻപോ ശേഷമോ ഇങ്ങനെയൊരു അസാധാരണ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. തങ്ങൾ നേടിയ കിരീടം യുണൈറ്റഡിന് നൽകാമെന്നായിരുന്നു അത്. എന്നാൽ ഇങ്ങനെയൊരു കീഴ്വഴക്കം ഫുട്ബോളിൽ ഇല്ലാത്തതുകൊണ്ട്, കേട്ടുകേൾവി ഇല്ലാത്തതിനാൽ തന്നെ ഇത് അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം ബുസ്ബിയുടെ ശിക്ഷണത്തിൽ തന്നെ യൂറോപ്യൻ യുണൈറ്റഡ് കിരീടം ചൂടി. അന്ന് ദുരന്തത്തെ അതിജീവിച്ച അവരുടെ വിഖ്യാത താരം ബോബി ചാൾട്ടണും ആ ടീമിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനു വേണ്ടി ലോകകപ്പും യുണൈറ്റഡിനായി ഏറ്റവും അധികം മത്സര ഗോളുകളും എന്നിങ്ങനെ പകരം വെക്കാനാവാത്ത നേട്ടങ്ങൾക്ക് ശേഷമാണ് ബോബി ചാൾട്ടൺ കളി മതിയാക്കിയത്. പിന്നീട് ഒരിക്കലും താൻ കാലുകൊണ്ട് ഫുട്ബോൾ കളിക്കുകയോ ഫുട്ബോൾ കളിക്കുന്നത് കാണുകയോ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നായിരുന്നു ബോബി ചാൾട്ടൺ തന്റെ അനുഭവ കഥയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 2023 മരിക്കും വരെയും യുണൈറ്റഡിന്റെ മാനേജ്മെന്റിന്റെ ഭാഗമായും പല സമയങ്ങളിലും കളിക്കാരെ പ്രചോദിപ്പിക്കാനും അയാൾ മൈതാനത്തിലെത്തി. ഏത് മോശം കാലത്തും യുണൈറ്റഡ് തിരിച്ചു വരുമെന്ന് പറയാനുള്ള കാരണവും ഇതുതന്നെയാണ്. ടീമിന്റെ പ്രധാന കളിക്കാരെല്ലാം മാഞ്ഞുപോയിട്ടും അവർ തിരിച്ചു വന്നതും എണ്ണിയാലൊടുങ്ങാത്ത കിരീടങ്ങൾ നേടിയെടുത്തതുമെല്ലാം അവരുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്.